Good morning once again. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് വിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വീട്ടിൽ പോയിട്ട് അത് വീണ്ടും ഒന്ന് വായിക്കണം, റിവൈസ് ചെയ്യണം, പുസ്തകം തുറന്നിട്ട് ആ ചാപ്റ്റർ ഒന്ന് 2-3 പ്രാവശ്യമെങ്കിലും വായിച്ച് നോക്കണം, ഓരോ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മളിവിടെ പറഞ്ഞതും ഇവിടെ ഞാൻ കാണിച്ചതും തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ്, ചെയ്തേ മതിയാവത്തുള്ളൂ. കാരണം നമുക്ക് ഇനി മുന്നോട്ട് പോകുന്തോറും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതാത് ചാപ്റ്റർ അതാത് സമയത്ത് ഇവിടെ നടന്ന പോലെ തന്നെ അങ്ങ് പഠിച്ചു പോയാൽ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, പക്ഷേ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനൊരു വലിയൊരു ബേർഡനായിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാവാതെ ഇരിക്കുന്നതോ ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല. റൈറ്റ്, കാരണം ചില ഇനി പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് നമുക്കത് കൂളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, അവിടുന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ. അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവുന്നു, നിങ്ങൾക്ക് അതൊക്കെ അറിവുണ്ടാവുന്നു, അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തുടങ്ങിയത് സ്റ്റിമുലായിൽ നിന്നായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. സ്റ്റിമുലായിൽ നിന്ന് തുടങ്ങി പിന്നെ കോർഡിനേഷനിലേക്ക് പോയി. അങ്ങനെ സ്റ്റിമുലൈ എന്താണ്, കോർഡിനേഷൻ എന്താണെന്നൊക്കെ വിശദമായിട്ട് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് എനിമൽ കോർഡിനേഷൻ. നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കാര്യം പഠിച്ചു, അത് നമ്മൾ എഫക്റ്റേഴ്സ് എന്ന് പറഞ്ഞ കാര്യം പഠിച്ചു. റിസപ്റ്റർ എവിടെയാണ്? സ്വീകരിക്കുന്ന സ്ഥലം. എഫക്റ്റർ എന്ന് പറഞ്ഞാലും അത് തന്നെയായിരിക്കും മിക്കവാറും, കാരണം ഇവിടെയാണ് നുള്ളു കിട്ടിയതെങ്കിൽ റിസീവർ ഇവിടെ തന്നെയാണ്, എഫക്റ്റർ ഇവിടെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നുള്ളു കിട്ടിക്കഴിഞ്ഞാൽ ഇത് കോർഡിനേറ്റ് ആയിട്ട് കൊണ്ടുവന്നൊരു സാധനമുണ്ട്, അതാണ് സെൻസറി നെർവ് എന്ന് പറയുന്നത്. ആ സെൻസേഷനെ കൊണ്ടുപോയിട്ട് പിന്നെ ചില സമയത്ത് റിഫ്ലെക്സ് ആക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു വലിയ ചൂടായിട്ടുള്ളൊരു പ്രതലമാണ്, നമ്മളതിനങ്ങ് തൊട്ടു എന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ അവിടെ നിൽക്കത്തില്ലല്ലോ, നല്ല ചൂട് കേട്ടോ, കൊള്ളാന്നൊക്കെ പറയുന്നില്ലല്ലോ. നമ്മൾ തൊടുമ്പോഴേക്കും നമ്മൾ എടുത്ത് കളയും. കാരണം എന്താണ്, അവിടെ ആക്ഷന് പ്രാധാന്യമുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചറി കുറയും. അതുകൊണ്ട് അതിൻ്റെ ചില റിയാക്ഷൻസ് സ്പൈനൽ കോഡാ തീരുക, ബ്രെയിൻ വരെ പോകത്തില്ല. കാരണം അവിടം വരെ പോയി വരുമ്പോഴേക്കും ചില സമയം ലേറ്റ് ആയി പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വലിക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ പറയും, നല്ല ചൂടായിരുന്നെന്ന്. അപ്പോഴേക്കായിരിക്കും ബ്രെയിനിലുള്ള സിമ്പിൾസിൻ്റെ ആ ഒരു റിയാക്ഷൻ ഇവിടെ നിന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് സെൻസറി നെർവ്സാണ് അവിടെ എത്തിക്കുന്നത്. അത് തിരിച്ചിവിടെ കൊണ്ടുതരുന്നത് മോട്ടോർ നെർവ്സും കൂടിയാണ്. ഇവിടം വരെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമ്മൾ അവസാനിപ്പിച്ചത് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൻ്റെ ആ ചിത്രത്തിൻ്റെ അവിടെയായിരുന്നു. നമുക്ക് അവിടുന്ന് ഇന്നൊന്ന് തുടങ്ങി നോക്കാം. റൈറ്റ്, നമുക്ക് നോക്കാം ആ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഉള്ളതെന്ന്. ഇതാണ് ചിത്രം, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ചിത്രമാണ്. ഒത്തിരി വലകൾ കെട്ടിയതുപോലെ പോകുന്നതൊക്കെ ഈ ഞരമ്പുകളാണ്. ഇതിൽ നമ്മൾ എല്ലാം തന്നെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കാം. റൈറ്റ്, നെർവസ് സിസ്റ്റം നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ ഇന്നല്ല നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഈ നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒത്തിരി ചില കാര്യങ്ങൾ കൂടി എക്സ്ട്രാ നമ്മൾ പഠിക്കും. അതായത് നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കും, അതിൻ്റെ ടൈപ്സൊക്കെ പഠിക്കും, പിന്നെ ന്യൂറോൺ പഠിക്കും, അതായത് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റമാണ് മെയിൻ, അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ബ്രെയിൻ അങ്ങനെ മാറിപ്പോകും. കാരണം നമ്മൾ ഇത്രയും ദിവസം പഠിച്ചാൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതാണ് ഹെഡ് ഓഫീസ്. റൈറ്റ്, നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെഡ് ഓഫീസ് ഇതും സ്പൈനൽ കോഡുമാണ്. അപ്പോൾ അവിടെ നിന്നാണ്, ഇതും മാസ്റ്ററാണ്, ഇതായിട്ട് സബോർഡിനേറ്റ് ആണ്. റൈറ്റ്, അതായത് ഒരു ഓഫീസിലെ മാനേജറാണിത്. ബാക്കി സ്പൈനൽ കോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ജൂനിയർ ഓഫീസേഴ്സുമാണ്. റൈറ്റ്, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. സെറിബ്രം എന്ന് പറയുന്നത്, സെറിബെല്ലം എന്ന് പറയുന്നത്, നമ്മൾ വിശദമായിട്ട് ബ്രെയിനിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക മാത്രം, ഇതൊരു ബ്രെയിനാണ്. ഇത് രണ്ടും കൂടി, സെറിബ്രം എന്ന് പറയുന്നത് സെറിബെല്ലം എന്ന് പറയുന്നത് രണ്ടും ബ്രെയിനാണ്. ഓക്കെ, സെറിബ്രം എന്ന് പറയുന്നത് കംപ്ലീറ്റ് കവർ ചെയ്ത ഭാഗവും സെറിബെല്ലം ഇതിൻ്റെ താഴ്ഭാഗമാണ്, ബ്രെയിൻ. അതിനുശേഷം പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സ്പൈനൽ കോഡാണ്. ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മളന്ന് പഠിച്ചതാണിത്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ രൂപത്തിൽ ഇതിനെപ്പറ്റി ഒന്ന് നോക്കാം. കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഇവിടെ നമ്മൾ പോകുന്നില്ല, പക്ഷേ എന്നാലും ഇത് ഒത്തിരി സാധനങ്ങൾ കാണിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ചിലരിപ്പോഴേ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും, കാരണം നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ സയൻസ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ബ്രാങ്കിയൽ പ്ലെക്സസ് എന്നാണ്, അതായത് ബ്രേക്കിയൽ പ്ലസസ്, ബ്രേഷ്യൽ എന്ന് പറയുന്നത്, ബ്രേഷ്യൽ പ്ലസസ്, അത് നമ്മൾ 2 കൈകളിലേക്ക് പോകുന്ന സാധനം. നോക്കിയേ, ഇൻ്റർ കോസ്റ്റൽ നെർവ് എന്ന് പറഞ്ഞൊരു സാധനം കാണാം. ഇതാണ് ഈ ഇങ്ങനെ ഒരു ഇലകളുടെ മുകളിൽ കാണുന്ന പോലത്തെ ഞരമ്പുകൾ. ഈ സാധനം എന്താണ്? ഇൻ്റർ കോസ്റ്റൽ നെർവ്, അതാണ് അറിയേണ്ടത്. ഇൻ്റർ കോസ്റ്റൽ മസിൽസ് നിങ്ങൾ പഠിച്ചു കാണും, ഓർമ്മയുണ്ടാവോ? ഓർമ്മയുണ്ടെങ്കിൽ ഇൻ്റർ കോസ്റ്റൽ നെർവ് എന്താണെന്ന് പറയാൻ വളരെ സിമ്പിളായിരിക്കും. അതായത് നമ്മൾ റിബ്സിൻ്റെ നടുവിലോട്ട് കാണുന്ന മസിൽസാണ് ഇൻ്റർ കോസ്റ്റൽ മസിൽസ്. അപ്പോൾ ഇൻ്റർ കോസ്റ്റൽ നെർവ് എന്തായിരിക്കും? ഇൻ്റർ കോസ്റ്റൽ നെർവ് എന്ന് പറഞ്ഞാൽ റിബ്സിൻ്റെ ചുറ്റുമുള്ള ഞരമ്പുകൾ. അതല്ലേ, ഇത് റിബ്സിനെ പോലെ തന്നെ കാണാൻ നിങ്ങൾക്ക് തോന്നിയാൽ. അപ്പോൾ അതിനെ ചുറ്റി നിൽക്കുന്ന ആ ഞരമ്പുകളെയാണ് ഇൻ്റർ കോസ്റ്റൽ നെർവ് എന്ന് പറയുന്നത്. ഇനി ഈ ബ്രേഷ്യൽ പ്ലെക്സസ് എന്ന് പറഞ്ഞ് കൈവലയിൽ പോയിരിക്കുന്ന ആ ഞരമ്പുകൾ, അത് നമുക്ക് നോക്കാം. റേഡിയൽ നെർവ് എന്ന് പറയുന്ന ഒരു നെർവ് ഉണ്ട്. ഓക്കെ,
റേഡിയൽ നെർവ് പിന്നീട് അത് പോയിട്ട് ഇങ്ങനെ ഇവിടുന്ന് കാണാം നിങ്ങൾക്ക് മെയിനായിട്ട് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് രണ്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ റേഡിയൽ നെർവ് ഈ അകത്തോട്ട് പോകുന്നതും നടുവിലേക്ക് കൂടി പോകുന്നത് മീഡിയൻ നെർവും വെളിയിൽ കൂടി പോകുന്നത് ഉൾനാ നെർവും കൂടിയാണ്. ഓക്കെ, അങ്ങനെ ഒരു ഞരമ്പുകൾ, മെയിൻ ഞരമ്പ് പിന്നെ രണ്ട് അതിൻ്റെ ഒരു സപ്പോർട്ടീവായിട്ട് പോകുന്ന രണ്ട് ഞരമ്പ്. പിന്നെ ശരീരത്തിലോട്ട് തന്നെ വരാം. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തിൽ സെൻട്രൽ ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാം ലംബാർ പ്ലെക്സസ്. ഈ ലംബാർ എന്ന് പറയുന്നത് അരക്കെട്ടിനെയാണ് പറയുക, ലംബാർ റീജൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലംബാർ റീജൻ എന്ന് പറഞ്ഞാൽ അരക്കെട്ട്. അപ്പോൾ അരക്കെട്ടിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ്. അത് പിന്നെ സാക്രൽ ഭാഗമുണ്ട്. അതുകൊണ്ട് ലംബാറിലേക്ക് പോകുന്ന ലംബാർ പ്ലെക്സസും സാക്രൽ ഭാഗമാണ് സാക്രാൽ പ്ലെക്സസ് എന്നും കൂടി പറയും. തൽക്കാലത്തേക്ക് അപ്പോൾ അത് വേണ്ട. പിന്നെ അതുപോലെ തന്നെ കൈയുടെ ഈ ഡിജിറ്റൽസ് ഇതല്ലെങ്കിൽ ഈ വിരലുകളൊക്കെ പറയുന്നത് ഇതിലേക്ക് ഞരമ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ഷൻ നടക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വന്നു, മൂന്നെണ്ണമായിട്ട് വന്നു, ഇവിടെ അത് പോയിട്ട് ഓരോ ഞരമ്പിലേക്ക് പോകും. അതിനെ നമ്മൾ ഡിജിറ്റൽ നെർവ് എന്നേ പറയുന്നത്. ഓക്കെ, ഇപ്പോഴെല്ലാം ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമായിരിക്കും എന്താ ഡിജിറ്റൽ എന്ന്. ഇറ്റ്സ് നത്തിങ് ബട്ട് വിച്ച് ഇസ് കവർഡ് ബൈ ദ സിംഗിൾ. അതാണ് ഡിജിറ്റൽ നെർവ്. പിന്നെ നമ്മൾ കാലിലോട്ടേക്ക് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെർവാണ് സിയാറ്റിക് നെർവ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ഈ പോകുന്ന സാധനം, ദിസ് ഈസ് കോൾഡ് സിയാറ്റിക് നെർവ്. ഓക്കെ, ഇത് രണ്ടും. ബാക്കിയൊക്കെ പിന്നെ കോമൺ പിരനോയിൽ നെർവ് എന്നും പിന്നെ സൂപ്പർഫിഷ്യൽ പിരനോയിൽ നെർവ് എന്നും കൂടി പറയും. കാരണം അത് ഇതിൻ്റെ സൈഡിൽ കൂടി പോകുന്നതും അതിൻ്റെ സൈഡിൽ കൂടി ഒന്നായിട്ട് അങ്ങ് പോകുന്നതും ഇങ്ങനെയായിട്ടുള്ളത്. പക്ഷേ മെയിനായിട്ട് ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ളത് ജസ്റ്റ് ഇത് മാത്രം ഓർത്താൽ മതി. എന്താ ഓർക്കേണ്ടത് നമുക്ക് നോക്കാം. സെറിബ്രം ഓർക്കുക, സെറിബെല്ലം ഓർക്കുക, സ്പൈനൽ കോഡ് ഓർക്കുക, പിന്നെ ഇന്റർ കോസ്റ്റൽ നെർവ് ഒന്ന് ഓർത്താൽ കൊള്ളാം. അതിന് ശേഷം നമ്മൾ ഈ സിയാറ്റിക് നെർവ് ഒന്ന് ഓർക്കാം, പിന്നെ ഡിജിറ്റൽ നെർവ് ഓർക്കുക. ഇത്രയൊക്കെ വേണ്ടും. ഓക്കെ, നൗ വിൽ മൂവ് എ ലിറ്റിൽ ഫർദർ. എന്താണെന്ന് നോക്കാം. അവിടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ചിത്രമാണ് മൊത്തം കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് പറയുന്നുണ്ടോ ആ പറയുമ്പോഴൊക്കെ ആ ചിത്രത്തിനെ ഓർത്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ ചിത്രം ഓർക്കണം എന്നാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം നമ്മൾ ബ്രെയിനിലേക്ക് പോകുന്നില്ല, അതിൻ്റെ കൂടെ പാർട്സ് ഓഫ് ദി നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളായിട്ട് അത് ചെറുങ്ങനെ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വിശദമായിട്ട് പോകുന്നേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. The human nervous system consists of the central nervous system and peripheral nervous system. ഇത് നമ്മൾ അന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു, ഓരോ ടെർമിനോളജിയും നിങ്ങൾ ഓർത്ത് വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം എല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ ചെയിൻ. സയൻസ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അന്ന് എന്തായിരുന്നു സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് എന്തെന്നാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളിനി മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി അതിനെ വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കുക എന്നുള്ളത്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാ, ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് ഇതാ, ഇത് ബ്രെയിൻ, ഈ കാണുന്ന സ്പൈനൽ കോഡ്. ഇനി ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ശരീരത്തിലെ പിൻഭാഗത്ത് നട്ടെല്ലെന്നൊക്കെ പറയുന്നതുണ്ട്, വെർട്ടിബ്രൽ കോളം. ആ കോളത്തിൻ്റെ നടുവിൽ കൂടെ ബ്രെയിൻ വഴി ഉത്ഭവിച്ചിട്ട് അങ്ങ് അവസാനം താഴെ വരെ പോകുന്ന ആ ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനമാണ്, ഒരു കോഡ് പോലത്തെ ഒരു സാധനമാണ് സ്പൈനൽ കോഡ്. റൈറ്റ്, ഹിയർ യു ക്യാൻ ഓൾസോ സീ, ഇത് എവിടെയും കാണാം നിങ്ങൾക്ക്. ഇത് സൈഡ് വ്യൂ ആണിത്. ഇത് ബ്രെയിനിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അത് നിങ്ങളുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ നടുക്കൂടെ അങ്ങ് താഴോട്ട് വരെ പോകുന്നു. ഇത് ബാക്ക് സൈഡിലാണ്, ഇത് ബ്രെയിനാണ്, ഉത്ഭവിച്ച് അങ്ങ് താഴോട്ടേക്ക് പോകുന്നു. ഇനി ഇതിൽ നിന്ന് ഒത്തിരി ഞരമ്പുകൾ, നെർവ്സ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഈ ഭാഗത്തിലേക്ക് പോകുന്നു. ഇവിടെ നിന്നുള്ളതൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. അതാണ് കംപ്ലീറ്റ് ആ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ നമുക്കതിന് ആദ്യം സോഫ്റ്റായിട്ട് സ്ലോലി പോവാം. ദി നെർവസ് സിസ്റ്റം, എസ്പെഷ്യലി ദി സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇത് ഓർത്ത് വെക്കണം. ഇത് ഇനി എത്ര കാലം നിങ്ങൾ സയൻസ് പഠിക്കുന്നുണ്ടോ ഇത് നിങ്ങളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കും. ചില ആൾക്കാർ പറഞ്ഞു സെൻട്രൽ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ സെൻട്രൽ നെർവസ് സിസ്റ്റം നമുക്ക് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം? ചില ആൾക്കാർ പറയുന്നത് ശരീരത്തിൻ്റെ എക്സാക്ട് സെൻട്രലുള്ള ഒരു സിസ്റ്റമാണെന്ന്. അല്ല, ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇതാണ് സെൻട്രൽ. ഓക്കെ, നൗ അപ്പോൾ സെൻട്രൽ ഉണ്ടെങ്കിൽ പെരിഫറിയും കാണുമല്ലോ, സെൻട്രൽ ഉണ്ടെങ്കിൽ അതിന് സൈഡും കാണുമല്ലോ. റൈറ്റ്, അപ്പോൾ എന്താണ് സൈഡ്? പെരിഫറൽ നെർവസ് സിസ്റ്റം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. നോക്കാം എന്താണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്രേനിയൽ നെർവ്സ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ നിന്ന് ഒത്തിരി നെർവ്സ് ബ്രെയിനിൽ നിന്ന് ഉത്ഭവപ്പെട്ടിട്ട് പല സ്ഥലത്തേക്കും പോകുന്നത്, എസ്പെഷ്യലി ഈ ടോപ്പ് റീജിയനിൽ. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണിത്? പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ക്രേനിയൽ നെർവ്സ് വിച്ച് അറൈസസ് ഫ്രോം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ നെർവ്സ് അറൈസിങ് ഫ്രോം ദ സ്പൈനൽ കോഡ്. ഇതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ്? ശ്രദ്ധിക്കൂ, വ്യത്യാസം വളരെ കുറവാണ്, പക്ഷേ മനസ്സിലാക്കേണ്ടതാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ,
ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ബ്രെയിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഞരമ്പുകളും ആ സ്പൈനൽ കോഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഞരമ്പുകളും. ഇനി ബ്രെയിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു ഞരമ്പുകൾ എന്നാ പറയുക? സിമ്പിളാണ്, ക്രേനിയൽ നെർവ്സ് എന്ന് പറയും. എന്താണ് പറയുക? ക്രേനിയൽ നെർവ്സ്. ഇനി സ്പൈനൽ കോഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഞരമ്പുകൾ എന്ത് പറയും? അതിനെ പറയുക സ്പൈനൽ നെർവ്സ് എന്നാണ്. സിമ്പിൾ, വെരി വെരി സിമ്പിൾ. നമുക്ക് ഈ ചിത്രം നോക്കാനി, ഇത് നമുക്ക് കുറച്ച് വലുതാക്കിയിട്ട് കാണാം. ഇതിങ്ങനെ ചെറുതായി കൊണ്ട് മനസ്സിലാകുന്നില്ലായിരിക്കും, നമുക്ക് ചെറുതാക്കി ഇതാ നോക്കും. ആ ചിത്രം തന്നെ ഒന്ന് വലുതാക്കി കാണിക്കുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം. വൺസ് അഗെയിൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് പോലെ ഇങ്ങനെ നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്പം നിങ്ങളെ ചോദ്യം ഇങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നോക്കുക, ഈ ഒരു ചിത്രം നോക്കുക, ദ സൈഡ് വ്യൂ ആണിത്. സെൻട്രൽ നെർവസ് സിസ്റ്റമാ പറയുന്നുള്ളൂ. ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. ഈ കാണുന്നതാണ് വെർട്ടിബ്രൽ കോളം. ഈ രണ്ട് ഭാഗത്തും ഈ മഞ്ഞ നിറത്തിൽ പോകുന്ന ട്യൂബാണ് സ്പൈനൽ കോഡ്. ഇതാണ് വെർട്ടിബ്രൽ, നട്ടലിന് മലയാളത്തിൽ നട്ടൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതാ തലച്ചോറ് പിൻഭാഗത്ത് നിന്ന് കാണിച്ചിരിക്കുന്നു. അത് ഉത്ഭവിക്കുന്നു. സ്പൈനൽ കോഡ് ഈ മഞ്ഞ നിറത്തിലെ ട്യൂബ്, ഈ വെർട്ടിബ്രൽ കോളം എല്ലിൻ്റെ കുറേ കഷ്ണങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നത്, അതാണ് ഈ സാധനം. ദിസ് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ആബ്സല്യൂട്ട്ലി ക്ലിയർ. നൗ പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മൾ ബ്രെയിനിനെ പറ്റി ഇപ്പോൾ മനസ്സിലാക്കി, സ്പൈനൽ കോഡിനെ പറ്റി മനസ്സിലാക്കി. ഇനി അവിടെ നിന്ന് റേസ് ചെയ്യുന്നത്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സെൻട്രൽ നെർവ്സ് ആർ ഇൻ യുവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇതൊക്കെ നമ്മൾക്ക് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ക്രേനിയൽ നെർവ് എന്ന് ഞാൻ പറഞ്ഞു. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റം പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ക്രേനിയൽ നെർവ്. എന്താണ് ക്രേനിയൽ നെർവ്സ്? നെർവ്സ് ഗോ ഫ്രോം യുവർ ബ്രെയിൻ ടു യുവർ ഐസ്, മൗത്ത്, ഇയേഴ്സ് ആൻഡ് അതർ പാർട്സ് ഓഫ് യുവർ ഹെഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ബ്രെയിനിൽ നിന്ന് കണ്ണിലേക്ക്, അതാണ് ഐസ്, വായിലേക്ക്, അതാണ് മൗത്ത്, ഇയേഴ്സ്, ചെവിയിലേക്ക്, അതേപോലെ തലയിലെ പല ഭാഗങ്ങളിലേക്കും ബ്രെയിനിൽ നിന്ന് ഇത്രയും റീജനിലേക്ക് പോകുന്ന ഞരമ്പുകളുടെ പേരാണ് ക്രേനിയൽ നെർവ്സ്. റൈറ്റ്? അത് എവിടെ വരിക? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് വരിക. ഓക്കെ ഓക്കെ, now cranial is over. Now next is peripheral spinal nerves. Now what is that? The nerves go from your spinal cord to your arms, hands, legs and feet. അതായത് ഈ സ്പൈനൽ കോഡിൽ നിന്ന് ഇതാ കൈയിലോട്ട് പോകുന്നു, നമ്മൾ കൈ വിരലുകളിലേക്ക് പോകുന്നു, കാലിലോട്ടേക്ക് പോകുന്നു, കാൽ വിരലിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം. ക്ലിയർ ആയല്ലോ സംഭവം? ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ്. അപ്പോൾ ഞരമ്പുകളുടെ ഒരു ശരിയായ എന്താണ് പറയുക, ഒരു നെറ്റ്വർക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. പിക്ചർ ഈസ് വെരി ക്ലിയർ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കൂടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നെർവ് സെല്ലിനെ പറ്റിയിട്ടാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം. ഇനി എങ്ങനെയാ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു, 12th ക്ലാസ്സിൽ പോകുന്നു, പിന്നെ നിങ്ങൾ ഗ്രാജുവേഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകുന്നു, ഇതൊരു വല്ലാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് നെർവ് സെൽ? അതിനെ നമ്മൾ ന്യൂറോൺ എന്നും പറയും. ദിസ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഇതാണ് ബേസിക് യൂണിറ്റ്. ഇങ്ങനത്തെ ആയിരക്കണക്കിന് ന്യൂറോണുകൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ആയിരം എന്ന് പറയാൻ പറ്റില്ല, മില്യൺസ്. റൈറ്റ്? അപ്പോൾ നമുക്ക് ചുമ്മാ പതുക്കെ ഇതൊന്ന് നോക്കാം. അതിന് ശേഷം അതിൻ്റെ ചിത്രം എന്നാണ് ഞാൻ കാണിച്ചു തരാം. ന്യൂറോൺ ശ്രദ്ധിക്കണം ഈ ഒരു ഡെഫിനേഷൻ. കാരണം ഈ ഡെഫിനേഷൻ നിങ്ങൾക്ക് പല പരീക്ഷകൾക്കും എഴുതേണ്ടി വരും. ഇത് കഴിഞ്ഞാൽ ഇത് ഞാൻ കാണിക്കുന്ന ആ ഒരു ഫിഗർ നിങ്ങൾക്ക് പല പരീക്ഷകളിലും വരയ്ക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലേബിളിംഗ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ്. കാരണം നെർവസ് സിസ്റ്റത്തിൻ്റെ യൂണിറ്റ് ആണ് ഈ സാധനം, ന്യൂറോൺ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സാമാന്യം ശാന്തതയോടെ കേൾക്കാം. ന്യൂറോൺ എന്താണ്? ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നെർവ് സെല്ലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂറോൺ? ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. റൈറ്റ്? ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം. നൗ ഇറ്റ് ഹാസ് എ സെൽ ബോഡി കോൾഡ് സൈറ്റോൺ. ആ സെൽ ബോഡി ഇനി നമുക്ക് ചെറുങ്ങനെ ആ ചിത്രത്തിലേ ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോവാം. ഓക്കെ, ചിത്രം നോക്കൂ. ഇതാണ് സെൽ ബോഡി ഈ കാണിച്ചത്. ഇതിനെ സൈറ്റോൺ എന്നും പറയും. ഓക്കെ, കണ്ടെയ്നിങ് എ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഇതിൽ ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. റൈറ്റ്? ഓക്കെ, ഇറ്റ് ഹാസ് സെവറൽ ബ്രാഞ്ച്ഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഡെൻഡ്രൈറ്റ്സ്. എന്താണത്? ഈ കാണുന്ന ചില്ലകൾ പോലെ ഉള്ള ഈ ഒരു സ്ട്രക്ചർ, ഇതിനെയാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഈ ഭാഗം നോക്കാം. നോക്കിക്കോളൂ. മൊത്തത്തിൽ ഇതാണ് ഒരു ന്യൂറോണിൻ്റെ പിക്ചറാണിത്. മൊത്തത്തിൽ ഇതിനെ നമ്മൾ പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം, ദാറ്റ് ഈസ് നെർവ് സെൽ ഓർ ന്യൂറോൺ. റൈറ്റ്? ഇനി അടുത്തത് എന്താ പറയുന്നത്? അടുത്ത ഓരോ ഭാഗങ്ങൾ എടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കാം.
ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഹാസ് എ സെൽ ബോഡി. ഇറ്റ് ഹാസ് എ സെൽ ബോഡി. ഇതാണ് സെൽ ബോഡി കണ്ടോ? ഇറ്റ് ഹാസ് എ സെൽ ബോഡി which is called cytone. Cytone, right? Okay. Containing nucleus. ഇതുണ്ടോ? Nucleus. Containing nucleus and cytoplasm. Okay. Now, it has several branched structures called dendrites. നോക്കിയേ, കുറേ ചില്ലകൾ പോലത്തെ ഒരു സംഭവം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. These are called dendrites. Okay. Now, it has a long nerve fiber called axon. ഇതിൽ നിന്ന് ഈ സാധനം ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ വയലറ്റ് കളർ ഉണ്ടോ? ഇതിൻ്റെ നടുക്കൂടി നിങ്ങൾക്ക് കാണാം. ഇതുണ്ടോ? ഈ ഡെൻഡ്രൈറ്റ്സിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഈ മഞ്ഞ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ മഞ്ഞ ഈ ഒരു ബുൾസൈ ഉണ്ടാക്കി വെച്ച പോലെ കണ്ടില്ലേ? അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അതിൻ്റെ അകത്തൂടെ പോകുന്ന ആ വയലറ്റ് കളർ ഒരു ട്യൂബ് പോലത്തത്, ദാറ്റ് ഈസ് ആക്സോൺ. ഓക്കെ, ദാറ്റ് ഇറ്റ് ഹാസ് എ ലോങ് നെർവ് ഫൈബർ. അത് നെർവ് ഫൈബറാണ്. അതിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് എന്തും സ്റ്റിമുലേഷൻ വരുന്നോ അതിനെ വയറാണിത്. ഇത് ഇവിടെയായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. റൈറ്റ്? ഓക്കെ, അതാണ് നെർവ് ഫൈബർ കോൾഡ് ആക്സൺ, വിച്ച് ഈസ് കവേർഡ് ബൈ എ പ്രൊട്ടക്റ്റീവ് കവറിംഗ് കോൾഡ് മൈലിൻ ഷീറ്റ്. ഇതാണ് പ്രൊട്ടക്റ്റീവ് കവറിംഗ്. ഈ മഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുൾസൈ പോലത്തത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് മൈലിൻ ഷീറ്റ്. ഇനി നമുക്ക് ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ന്യൂക്ലിയസ്, അതിൻ്റെ കൂടെ സെൽ ബോഡി, ദെൻ ന്യൂക്ലിയസ് വിത്ത് സൈറ്റോപ്ലാസം, ദെൻ ഡെൻഡ്രൈറ്റ്സ് ബ്രാഞ്ചസ് പോലെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഇവിടുന്ന് ഇതിൻ്റെ അകത്തോടെ പോകുന്നത് ആക്സോൺ, അതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈലിൻ ഷീറ്റ്. ഓക്കെ, റൈറ്റ്. Now, the junction between two neurons is called synapse. അതൊരു ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നിരിക്കും, പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണ്? ദിസ് ഈസ് വൺ ന്യൂറോൺ. ഓക്കെ, ഈ ന്യൂറോണിന് ഈ ഡെൻഡ്രൈറ്റ്സ് സ്റ്റിമുലസിനെ എടുക്കുന്നു. അത് ഇതുവഴി കൊണ്ടുപോയിട്ട് ഈ എക്സോൺ, ഇതുണ്ടോ? എക്സോണാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടി വന്നത്, ഈ വയലറ്റ് കളർ. ഈ എക്സോണിൻ്റെ അവസാനമായിട്ട് ഉള്ള കിടക്കുന്ന ഒരു ചെറിയ ഉണ്ട പോലെ കാണാം. ദാറ്റ് ഈസ് കോൾഡ് ആക്സോൺ ടെർമിനൽസ്. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്നില്ല. ഇവിടുന്ന് അടുത്ത ന്യൂറോൺ തുടങ്ങും. അപ്പോൾ ഈ ഭാഗം അടുത്ത ന്യൂറോൺ ഇവിടെയായിരിക്കും. മനസ്സിലായി കാണുമല്ലോ? ഇതൊരു ന്യൂറോൺ, അടുത്ത ന്യൂറോൺ ഈ ഭാഗം അതിൻ്റെ ഇവിടെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെയും അതായത് ഈ കാൽഭാഗത്തിൻ്റെയും മുൻഭാഗത്തിൻ്റെയും നടുക്ക് ഒരു ചെറിയ ആ ജംഗ്ഷൻ, അതിനെ ജംഗ്ഷൻ പറയാം. ആ ജംഗ്ഷൻ ഓഫ് ടു ന്യൂറോൺസ്. ഇതൊരു ന്യൂറോൺ ആണ്, ഇതേപോലത്തെ ഒരു ന്യൂറോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ജംഗ്ഷനായി. ആ ജംഗ്ഷനിലാണ് പറയുന്നതാണ് സൈനാപ്സ് എന്ന്. അത് ലിങ്ക്ഡ് ആയിരിക്കില്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടാവും. അതിനാണ് പോലെ സൈനാപ്സ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇതായി. നൗ മെസ്സേജസ് പാസ് ത്രൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി ചാപ്റ്റർ ഈസിയായി. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ ശ്രദ്ധിക്കുക ഇതും കൂടി. മെസ്സേജസ് പാസ് ത്രൂ ദ നെർവ് സെൽ ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ. ഈ നെർവ് സെല്ലിൽ കൂടെ, ഈ ന്യൂറോണിൽ കൂടെ മെസ്സേജസ്. എന്താണ് മെസ്സേജസ്? കത്തോ അല്ലെങ്കിൽ വാട്സപ്പ് ഒന്നുമല്ലല്ലോ. എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആ സ്റ്റിമുലസ്, വാട്ട് എവർ സ്റ്റിമുലസ് യു ഗെറ്റ്. ഇപ്പോൾ നമ്മൾ നല്ല വീട്ടിൻ്റെ മുറിയിൽ നിന്ന് വെളിയിലോട്ടേക്ക് പോകുന്നു. ഓക്കെ, വെളിയിലോട്ട് പോകുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? പെട്ടെന്ന് വെയിൽ വന്നാൽ നമ്മളെ കണ്ണ് ഓൾറെഡി ഇങ്ങനെയായി പോകും. എന്താ സംഭവിച്ചത്? സ്റ്റിമുലസ് എന്തെന്ന് അവിടെ ആരും കണ്ണ് ചെറുതാക്കാനോ അല്ലെങ്കിൽ കണ്ണിലാരും കുത്താനൊന്നും പോയിട്ടില്ലല്ലോ. ലൈറ്റാണ് സ്റ്റിമുലസ്. ആ ലൈറ്റിൻ്റെ തീക്ഷ്ണത കൊണ്ട് നമ്മൾ കണ്ണ് തന്നെ ആയിപ്പോയി. ഇനി ആ തീക്ഷ്ണതയിൽ നിന്ന് നമ്മൾ ഇരുട്ടിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഡാർക്ക്നെസ് ഇസ് എ സ്റ്റിമുലസ്. അപ്പോൾ നമ്മൾ കണ്ണ് വലുതാക്കി നോക്കും, ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. റൈറ്റ്? Okay, so that type of messages pass through the nerve cell in the form of chemical and electrical signals. ഇവിടുന്ന് കെമിക്കൽ ആവുന്നു, ഇത് ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് എടുക്കുന്നു, then it passes through like a chemical signals, and that is known as nerve impulse. അതാണ് nerve impulse, electrical impulse. വയറിൽ കൂടി പോകുന്നത് electrical impulse, അതിനെ കറന്റ് എന്ന് പറയുന്നു. അതേപോലെ ഈ nerve impulse ആണ് ഇതുവഴി പോകുന്നത്, which is called chemical and electrical signals. Okay, the dendrites receive the information. It's very very simple. ഈ ഡെൻഡ്രൈറ്റ്സ് കാണുന്നുള്ളൂ ചില്ല പോലത്തത്, ഇതാണ് ഈ മെസ്സേജസിനെ, ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. when it receives, what actually happens? A chemical reaction which produce electrical impulse. ഇവിടുന്ന് കെമിക്കൽ റിയാക്ഷൻ ആണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ്. എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇമ്പൾസ്? കെമിക്കൽ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ലോ ആയിരിക്കും, ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. റൈറ്റ്? അപ്പോൾ നോക്കി, കെമിക്കൽ ഇവിടുന്ന് എടുത്തതിന് ശേഷം ഇവിടുന്ന് പോകുന്ന അതിഭീകര സ്പീഡിലായിരിക്കും. സോ ഡെൻഡ്രൈറ്റ് റിസീവ് ദ ഇൻഫർമേഷൻ ആൻഡ് സ്റ്റാർട്ട്സ് ദ കെമിക്കൽ റിയാക്ഷൻ വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വിച്ച് പാസസ് ത്രൂ ദി ആക്സോൺ. ഇവിടെ വന്നു, അതങ്ങനെ ടക 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 അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ന്യൂറോൺസ് ഉണ്ടാവും. ആ ഇമ്പൾസ് നേരെ കൊണ്ടുപോകും, നമുക്ക് മനസ്സിലാക്കും. ആ സെൻസറി നെർവ്സ് വഴി അത് നമുക്ക് ബ്രെയിനിലെത്തി, ബ്രെയിനോ അല്ലെങ്കിൽ സ്പൈനൽ കോഡോ നമ്മളോട് പറയും, മോനെ ഇതാണ് സംഭവം,
തിരിച്ച് മോട്ടോർ നെർവ് നമ്മളുടെ ആ ഏരിയയിൽ എത്തിക്കുന്നു. ഇപ്പം ചൂട് സാധനം തൊട്ടെങ്കിൽ എടുക്കുന്നു, കണ്ണ് വെയിൽ തന്നെങ്കിൽ കണ്ണ് ചുരുട്ടുന്നു, ഇരുട്ട തന്നെ കണ്ണ് തുറക്കുന്നു, ഒരാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ എന്ന് പറയുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ചെയ്യുന്നത് ഇതാണ്. ഈ ചിത്രത്തിന് കുറച്ച് വലുതായി കാണണമെങ്കിൽ ഇങ്ങനെ കാണാം. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഈ ചിത്രം, ഈ ഫിഗർ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദിസ് നെർവ് സെൽ. സോ സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ ന്യൂറോൺ നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. കുറച്ച് വലുതായി കൊണ്ടെങ്കിൽ ക്ലിയർ ആവും. ഇതാ ഡെൻഡ്രൈറ്റ്സ് വിച്ച് റിസീവ്സ് ദി ഇമ്പൾസ്. അത് കെമിക്കലായി എടുക്കുന്നു, ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് എക്സോൺ വഴി പോകുന്നു. പക്ഷേ ഇതിന് ഒരു സെൽ ബോഡി ഉണ്ട്, ഇതിനൊരു ന്യൂക്ലിയസ് ഉണ്ട് വിച്ച് സൈറ്റോപ്ലാസം. ഡെൻഡ്രൈറ്റ്സ് എടുക്കുന്നു, എക്സോൺ വഴി ഇത് ഇവിടത്തേക്ക് പോകുന്നു, എക്സോൺ ടെർമിനലിലേക്ക് എത്തുന്നു, അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് പോകുന്നു. ഇത് രണ്ടിൻ്റെയും നടുക്കുള്ള ജംഗ്ഷനെ സിനാപ്സ് എന്ന് പറയുന്നു. ആൻഡ് ദിസ് വൺ ഈസ് കവേർഡ് ബൈ മൈലിൻ ഷീത്ത്. ആൻഡ് മൈലിൻ ഷീത്തിൻ്റെ സെൻറ്ററിൽ കാണിക്കുന്ന ആ സെൽസ് ആണ് ഷ്വാൻസ് സെൽ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ വീണ്ടും പഠിക്കും. ഈ രണ്ടിൻ്റെയും നടുക്ക് കണ്ടോ, ഈ രണ്ട് ഷ്വാൻ സെൽസ് കാണുന്നുണ്ടല്ലോ. ഈ മൈലിൻ ഷീത്ത്, രണ്ട് മൈലിൻ ഷീത്തിൻ്റെ നടുവിൽ കാണുന്ന ഗ്യാപ്പ്, അതിൽ കൂടെ നിങ്ങൾക്ക് ഈ കണ്ടോ ഈ എക്സോൺ ഇങ്ങനെയാണ് പോകുന്നത്, ഈ വയലറ്റ് കളർ. ആ ഒരു ചെറിയ നോഡ് പോലത്തെ ഒരു സംഭവമാണിത്. ആൻഡ് ദിസ് നോഡ് ഈസ് കോൾഡ് ആസ് നോഡ് ഓഫ് റൺവിയർ. Okay, so now this, as we were discussing, that this is structure of a typical neuron. Now little more bigger we'll make it. So this is dendrite, cell body, nucleus, then this is axon, okay, node of Ranvier, the nodes which you find between myelin sheath, and this is myelin sheath, and which has got cells called Schwann cell. And in the end it is axon terminal, or what we call as nerve endings. And as I told you, how this impulses travel. As I told that when one nerve ends, one neuron ends, the other neuron starts. So you must have not seen it nicely. So I'll show you that. This is how it is. Now listen very carefully. This is one neuron. This is the other neuron. Similarly, millions of neurons will follow, right? So see, the message starts from here. Dendrites taken, axon passes through here. It reaches the nerve endings, or what you call the terminals of the axon. There the next neuron starts. This is the dendrite of the next. That is known as synapse. So the message which has started from here will go there. It will again take to the next one. The third one joins here. That's how it travels. This is the way it travels. So now you are very clear that how these neurons are attached together make a huge chain, right? This is how it is. Okay. Now, this is something called transmission of messages through neurons. Now, we'll move a little more further and we'll learn about brain. Okay? As I told you, this is the manager of a company, the boss of the company, and when it performs, everybody performs. And this is the other thing, he performs, that's the other thing, but he also makes the other people work. Okay. Now, what is brain? തലച്ചോറെന്നൊക്കെ പറയൂലേ, അതാണത്. നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. See, the brain is the main coordinating center in the human body. അതാണ് പറഞ്ഞ ഒരു ഓഫീസിലെ ബോസ്. ശരീരത്തിൻ്റെ കോർഡിനേഷൻ ചെയ്യുന്ന മൊത്തം, കോർഡിനേഷനെ പറ്റി ഇപ്പോൾ നമ്മൾ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ്. അപ്പോൾ ആ കോർഡിനേഷൻ എന്ന് പറയുന്നതിൻ്റെ കംപ്ലീറ്റ് ചുമതല വഹിക്കുന്ന ഒരു ബോസാണിത്, കമ്പനീൻ്റെ മുതലാളി. The brain is the main coordinating center in the human body. Now, it is protected by the cranium. എന്താണോ cranium? ഇത് ബ്രെയിൻ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ഉണ്ട്. നമ്മൾ പഠിച്ച ഓർമ്മ ഉണ്ടാവും, എവിടെയോ ഈ പേര് കേട്ടിട്ടുണ്ടല്ലോ, നേരത്തെ പഠിച്ച ഓർമ്മ ഉണ്ടാവും. ബ്രെയിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഞരമ്പുകളിലെ നമ്മൾ എന്തോ പറയും, ക്രേനിയൽ നെർവ്. അതുപോലെ തന്നെ ബ്രെയിനിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെയറിനെയാണ് ക്രേനിയം എന്ന് പറയുന്നത്. അപ്പോൾ ക്രേനിയത്തിൽ നിന്ന് വരുന്ന, ആ ബ്രെയിനിൽ നിന്ന് വരുന്ന ക്രേനിയൽ നെർവ്, റൈറ്റ്? ഓക്കെ. നോ ഇറ്റ് ഈസ് കവേർഡ് ബൈ 3 മെംബ്രെയിൻസ്. ഏത് ഈ ക്രേനിയം എന്ന് പറയുന്നത് ഒരു 3 മെംബ്രെയിൻസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് മെനിഞ്ചസ്, ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കോൾഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇതെങ്ങനെ ഉണ്ടാവുക വെച്ചാൽ, ബ്രെയിനിൻ്റെ മുകളിൽ അതിനെ നമ്മൾ ക്രേനിയം എന്ന് പറയുന്നു, അതങ്ങനെ തന്നെ സ്പൈനൽ കോഡ് വഴി താഴെ വരെ പോകും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് സെറിബ്രോ തലച്ചോറ്, സ്പൈനൽ കോഡ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ. ഇതിൽ മെനിഞ്ചസ് എന്ന് പറഞ്ഞ നിങ്ങൾ മെനിഞ്ചൽ ലെയർ വിച്ച് ആക്ച്വലി റിയലി പ്രൊട്ടക്ട്സ് മെനിഞ്ചൽ ഫ്ലൂയിഡ് എന്ന മെനിഞ്ചൽ ലെയറിലുള്ള ഫ്ലൂയിഡ്. അതുകൊണ്ടാണ് ജർക്കെല്ലാം കിട്ടുന്നത് നമ്മൾ തലച്ചോറ് ഇളകാത്തത്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. മെനിഞ്ചൈറ്റിസ് എന്നുള്ള രോഗങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചതിനാണ് ഒത്തിരി കുട്ടികൾ മെനിഞ്ചൈറ്റിസ് വന്നിട്ട് മരിച്ചു എന്ന്. ഒന്നുമല്ല, ഇവിടെ വരുന്ന ആ നീർക്കെട്ടാണ്, ഇവിടെ വരുന്ന ഇൻഫ്ലമേഷനാണ്, ഇവിടെ വരുന്ന പഴുപ്പാണ്. ഇത് സംഭവിച്ചാൽ ബ്രെയിൻ ഡെത്ത് ആയിരിക്കും.
ഒന്നെങ്കിൽ ബ്രെയിൻ ഡെത്ത് ആയിരിക്കും, അഥവാ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില സമയം ബുദ്ധിശക്തി വളരെ കുറവായി പോകും, ചില ശരീരത്തിൻ്റെ അവയവങ്ങൾ പ്രവർത്തനരഹിതമായി പോകും. വല്ലാത്തൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അസുഖമാണ് മെനിഞ്ചൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചിയൽ ലെയർ. ഓക്കെ, അതിനാണ് പറയുക മെനിഞ്ചൈറ്റിസ്. അപ്പം ആ മെനിഞ്ചസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് കോൾഡ്, അതിലുള്ള ഫ്ലൂയിഡിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നൗ വിച്ച് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ഫ്രോം ഷോക്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബ്രെയിനിന് ഷോക്കിൽ നിന്ന് നമ്മൾ എത്ര ചാടിയാലും തലകുത്തനെ വീണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കില്ല. പക്ഷേ തലയടിച്ച് വീണ് കഴിഞ്ഞാൽ ഡോക്ടർമാർ ആദ്യം ചെയ്യുന്നത് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പരിശോധിക്കും. അതിൽ ബ്ലഡിൻ്റെ അംശം വന്നിട്ടുണ്ടോ എന്ന് നോക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു പഠനം. അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ വീണ്ടും മുന്നോട്ട് പോകുന്നിടത്ത് പഠിക്കാനുള്ളതാണ്. ഇനി ഈ ബ്രെയിൻ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് നോക്കാം. ദ ബ്രെയിൻ ഹാസ് 3 മെയിൻ പാർട്സ്. 3 മെയിൻ പാർട്സ് ആണ്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ദേ ആർ ഫോർ ബ്രെയിൻ, അതായത് ഫോർ ബ്രെയിൻ മുകളിൽ നമ്മളൊക്കെ കാണുന്ന ഫോർ ബ്രെയിൻ, പിന്നെ മിഡ് ബ്രെയിൻ, ആ ബ്രെയിനിൻ്റെ അകത്തോട്ടുള്ളൊരു ഭാഗം മിഡ് ബ്രെയിൻ, ആൻഡ് ഹിൻഡ് ബ്രെയിൻ, ഈ ബാക്കിലത്തെ ആ ഭാഗത്ത് ഹിൻഡ് ബ്രെയിൻ. ഇങ്ങനത്തെ 3 പാർട്ടുകളായിട്ട് ബ്രെയിനിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കി. ഇത് നിങ്ങൾക്ക് ശരിക്കും എഴുതേണ്ടി വന്നേക്കാം. ഹൗ മെനി പാർട്സ് ഓഫ് ബ്രെയിൻ ആർ ദെയർ ആൻഡ് വാട്ട് ആർ ദേ. സോ അതിൻ്റെ ആൻസറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദ ബ്രെയിൻ ഹാസ് 3 മെയിൻ പാർട്സ്. ദേ ആർ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻഡ് ബ്രെയിൻ. ഈ 3 കാര്യം, റൈറ്റ്? ഈ 3 ഭാഗങ്ങളാണ് നമ്മൾ ബ്രെയിനുള്ളത്. ആ ഫോർ ബ്രെയിൻ എന്താണ്, ആ മിഡ് ബ്രെയിൻ എന്താണ്, ആ ഹിൻഡ് ബ്രെയിൻ എന്താണ്, അതൊക്കെ കുറച്ച് ഡെവലപ്മെൻ്റ് ആയിട്ട് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് കുറച്ച് വലുപ്പത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൻ്റെ ചിത്രമൊക്കെ കാണിച്ചിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം എവിടുന്നായിരുന്നു വിട്ടത്, അവിടുന്ന് ഇവിടം വരെ വന്ന ന്യൂറോണും സെൻട്രൽ നെർവസ് സിസ്റ്റമും പെരിഫറൽ നെർവസ് സിസ്റ്റമും ക്രേനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്സ്, അവിടെ നിന്ന് വന്ന് 2 സിനാപ്സുകൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ന്യൂറോൺ, മറ്റേ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ബ്രെയിന് വരെ നമ്മൾ എത്തിക്കിടക്കുന്നുണ്ട്. ബ്രെയിൻ മൊത്തമായിട്ടില്ല, ബ്രെയിൻ ഒരു തുടക്കം, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തന്നിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞത് മുഴുവനും വീണ്ടും പോയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക, വായിക്കുക, പുസ്തകം തുറന്ന് ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓരോ വായനയുടെ കൂടെ മനസ്സിലാക്കുക. ഈ ക്ലാസ് കേട്ടുകൊണ്ട് ആ ചിത്രം നോക്കി മനസ്സിലാക്കുക. അവിടെ നിന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇവിടുന്ന് പുറപ്പെടാം. ഇത് കൃത്യമായാൽ മാത്രമേ ഇനി വരുന്ന കാര്യങ്ങൾ കാര്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ ഗോ ബാക്ക് ആൻഡ് സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് പ്രോപ്പർലി. താങ്ക് യു വെരി മച്ച്.